Hello students, welcome back. In this session we will discuss filling of orbitals. നമ്മൾ ലാസ്റ്റ് സെഷനിൽ എനർജീസ് ഓഫ് ഓർബിറ്റൽസും ഷേപ്സ് ഓഫ് ഓർബിറ്റൽസും ഡിസ്കസ് ചെയ്തതാണ്. ഇനി ആ ഓർബിറ്റലുകളിൽ SPDF ഓർബിറ്റലുകളിൽ എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത്? ഓക്കെ, ആൻഡ് ദർ ആർ സം റൂൾസ് റിഗാർഡിംഗ് ദിസ് ആൻഡ് ദാറ്റ് വിൽ ഡിസ്കസ് നൗ. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ദിസ് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് കെമിസ്ട്രി, ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസിലുള്ള ഫില്ലിംഗ് എന്തുകൊണ്ടാണ് ഫില്ല് ചെയ്യുക? ഇലക്ട്രോൺസ്. ഒരു ആറ്റത്തിനകത്ത് ഷെല്ലിനകത്ത് KLMN ഷെല്ല്, ദാറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിനകത്ത് സബ്ഷെല്ല് SPDF. ആ SPDFിനകത്ത് തന്നെ സബ് യൂണിറ്റുകളുണ്ട്, ഓർബിറ്റലുകൾ എന്ന് പറഞ്ഞ്. ആ ഓർബിറ്റലിനകത്ത് ഇലക്ട്രോൺ. ഒരു ക്ലാസ് അതൊരു ഷെല്ല്, ഒരു സ്ഥാപനം, ഒരു സ്കൂൾ അതൊരു ഷെല്ല്. ആ സ്കൂളിനകത്ത് ഒരു ക്ലാസ് റൂം അതൊരു സബ്ഷെൽ. ആ സബ്ഷെല്ലിനകത്ത് ആ ക്ലാസ് റൂമിനകത്തുള്ള ബെഞ്ചും ഡെസ്കും ഓർബിറ്റൽ. ആ ഓർബിറ്റലിനകത്ത് ഇലക്ട്രോണുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ചില ബെഞ്ചുകളിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അത് S ഓർബിറ്റൽ. അത് S ആണ്, നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, കാരണം എന്താ? S സബ്ഷെല്ലിനകത്ത് ഒരു ഓർബിറ്റലേ ഉള്ളൂ, ദാറ്റ് ഈസ് കോൾഡ് S ഓർബിറ്റൽ. ഓക്കെ, P സബ്ഷെല്ലിനകത്തോ ഇവിടെ Lന്റെ വാല്യൂ എന്താ? Lന്റെ വാല്യൂ 0. ഇവിടെ Lന്റെ വാല്യൂ എത്രയാ? Lന്റെ വാല്യൂ 1. Lന്റെ വാല്യൂ 0 ആകുമ്പോൾ MLന്റെ വാല്യൂ 1. ഓക്കെ, സോറി, MLന്റെ വാല്യൂ 0. ഒരൊറ്റ എണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഒരൊറ്റ ഓർബിറ്റലേ ഉള്ളൂ. L is equal to 1, ML is equal to -1 0 + 1 -1 0 + 1. അത് ഏത് ഓർബിറ്റലാണ്? P ഓർബിറ്റൽ. അപ്പൊ എത്ര ടൈപ്പ് ഓറിയന്റേഷൻ ഉണ്ട്? 1 2 3 ടൈപ്പ് ഓറിയന്റേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ 3 എണ്ണം 1 2 3 1 2 3. ഓക്കെ, and they are along 3 direction. നിങ്ങൾക്കറിയാം, PX PY PZ. ഓക്കെ, നമ്മളിത് കൊടുക്കുമ്പോൾ അത് അങ്ങനെ പറയാറുണ്ട്. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് PX ഒന്ന് PY ഒന്ന് PZ, ഒന്ന് -1 ഒന്ന് 0 ഒന്ന് +1. ശരിയാണ്. ഇതിൽ PXും PYയും +1ഓ -1ഓ ആവാം, ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ബട്ട് 0 ഷുഡ് ബി PZ. എപ്പോ നമ്മൾ ബോണ്ടിങ് ഒക്കെ പറയുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. നമ്മളൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. ഒരു ബോണ്ടിങ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു ഓർബിറ്റൽ ഷേപ്പ്, ഒരു S ഓർബിറ്റലാണെന്ന് വിചാരിച്ചു. ഒരു S ഓർബിറ്റൽ നമ്മൾ എന്ത് ചെയ്യും? സ്ഫെറിക്കലായിട്ട് എടുക്കും. ഒരു S ഓർബിറ്റൽ, ആ വേറൊരു S ഓർബിറ്റൽ, 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യണം. അപ്പോൾ 2 S ഓർബിറ്റലുകൾ വരും. ആ 2 S ഓർബിറ്റലുകളും കിടക്കുന്ന, ഇതിപ്പോൾ വേറെ ഒന്നാട്ടോ, കിടക്കുന്ന ഒരു ആക്സിസ് ഉണ്ട്. ഇവർ കിടക്കുന്ന ഒരു ആക്സിസ്. ഓക്കെ, അതായത് ഇതിന്റെ ന്യൂക്ലിയസിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണത്. ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണത്. ഞാൻ ബ്ലാക്ക് എടുക്കാം പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. ആക്സിസ്, അതിനെ പറയുന്ന പേര് ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണ്. ന്യൂക്ലിയസുകൾ കിടക്കുന്ന ആക്സിസ്. ഇനി ഒരു P ഓർബിറ്റലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ P ഓർബിറ്റലിന് ഇതൊരു P ഓർബിറ്റൽ. ആ P ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ് കിടക്കുന്ന ആക്സിസ് ആണ് ഇന്റർ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് നമുക്ക് അടുത്തെടുക്കാനുള്ളത് ഇന്റർ ന്യൂക്ലിയർ ആക്സിസ്. അതൊന്നെങ്കിൽ ആ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറെ ആക്സിസുകൾ ഉണ്ടാവും. ഓക്കെ, ആ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ബൈ കൺവെൻഷൻ ബോണ്ടിങ് പറയും. ഞാൻ പറഞ്ഞു XYZ ആക്സിസുകൾ ഏതും എടുക്കാം, പക്ഷെ ബോണ്ടിങ് പറയുമ്പോൾ ചില ബുക്കുകളിലൊക്കെ X ആക്സിസ് എടുക്കാറുണ്ട്. ബട്ട് ബൈ കൺവെൻഷൻ, ബൈ IUPAC കൺവെൻഷൻ, ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ഏതോ ഒന്ന് എടുക്കുക. Z ആക്സിസ്, Z എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തു. XYZ എന്ന് പറഞ്ഞാൽ എന്താ? XYZ എന്ന് വെച്ചാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ആക്സിസ് ആണ്. 3ഉം തമ്മിൽ 90 ആണ്. അത് ഇവിടെയാണോ എന്നുള്ള ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ Z ആക്കിയിരിക്കും. നേരത്തെ ഇത് X എടുത്തു, ഇതിനെ Z ആക്കിയിരിക്കും. ഇന്റർ ചിലർ X ആക്സിസിനെ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ NCERTയിൽ Z ആക്സിസ് ആണ് ഇന്റർ ന്യൂക്ലിയർ ആക്സിസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിൽ കിടക്കുന്ന ആൾക്ക് കൊടുക്കുന്ന വാല്യൂ 0 ആണ്. മറ്റത് അതിന് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ഒന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ, ഒന്ന് ഇങ്ങനെയും പെർപെൻഡിക്കുലർ. അത് ഒന്നിന് +1 വാല്യൂ, ഒന്ന് -1. 0യിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈക്വൽ. അത് ഒന്ന് ഇങ്ങനെയാണ് ഒന്ന് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ 2 വാല്യൂസ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല. ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ഈസ് വി ആർ ഗിവിംഗ് ദ വാല്യൂ 0. അപ്പോൾ MLന് 3 വാല്യൂ ഉള്ളതുകൊണ്ട് P ഓർബിറ്റൽ എന്താണ്? P orbital is what? P orbital is
ഹാവിങ് 3 ഓർബിറ്റൽ. ഓക്കെ, പി ഓർബിറ്റലിൽ 3 പി സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽ ഉണ്ട്. ഇനി നിങ്ങളൊരു ഡി ഓർബിറ്റൽ എടുക്കുക. ഡി ഓർബിറ്റൽ എടുത്താൽ എല്ലിൻ്റെ വാല്യൂ 2 ആണ്. എം എല്ലിൻ്റെ വാല്യൂ -2 -1 0 +1 +2 ആണ്. എന്ന് വെച്ചാൽ 5 എണ്ണം ഉണ്ട്. ഓക്കെ, 1 2 3 4 5. അതിലൊന്ന് -2, ഒന്ന് -1, ഒന്ന് 0, ഒന്ന് +1, ഒന്ന് +2. അപ്പോൾ നമ്മൾ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് Z ആക്സിസ് ആയതുകൊണ്ട് ഇത് എന്തായിരിക്കണം? dz² ആയിരിക്കണം. ഓക്കെ, മറ്റത് dxy, dxz, dyz, dx² y² ഏതെടുത്താലും കുഴപ്പമില്ല. സോ ദിസ് ഷുഡ് ബി dz². ഓക്കെ, അത്രേ അതിന് ആവശ്യമുള്ളൂ, ഒരുപാടൊന്നും ആവശ്യമില്ല. dz² ആണ് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ ഡി ഓർബിറ്റലിൽ 5 ഓർബിറ്റലുകളുണ്ട്. ഓക്കെ, നമ്മൾ ഷേപ്പ് പറഞ്ഞാണ്. ഇനി എഫ് ഓർബിറ്റൽ ആണെങ്കിലും 7 ഓർബിറ്റലുകളുണ്ട്. കാരണം എന്താ? L=3 ആണ്. എഫ് ഓർബിറ്റലിന് L=3 ആണ്. അപ്പോൾ എന്താ പറയുക? ML = -3 -2 -1 0 +1 +2 +3. അപ്പോൾ ഒരു എഫ് ഓർബിറ്റൽ വരക്കുകയാണെങ്കിൽ ഓർബിറ്റലിൽ 1 2 3 4 5 6. അപ്പോൾ -3 -2 -1 0 +1 +2 +3. ഓക്കെ, 7 ഓർബിറ്റൽ. പിന്നെ എഫ് ഓർബിറ്റലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. ഈ ഓർബിറ്റലുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യും? അതിനിവിടെ വി ഹാവ് എ സെറ്റ് ഓഫ് 3 റൂൾസ്. 3 റൂളുകളുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഓഫ് ബൗ പ്രിൻസിപ്പിൾ. For filling of orbital, there are 3 rules that is called off-bow principle. According to off-bow principle, the electrons are filled. The electrons are filled in the orbitals. In the increasing order of their energies. The electrons are filled in the orbitals in the increasing order of their energies. എന്ന് വെച്ചാൽ കുറവ് എനർജിയുള്ള ഓർബിറ്റലുകളിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ കൂടുതൽ എനർജിയുള്ള ഓർബിറ്റലുകളിലേക്ക് ഫില്ല് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ n+l റൂളിനെ ഒന്ന് അപ്ലൈ ചെയ്യും. എന്ന് വെച്ചാൽ 1s ലെസ് എനർജി than 2s, than 2p, than 3s, than 3p, than 4s, than 3d, than 4p, etc. ഇവിടെ 4s-ഉം 3d-യും നമ്മൾ ഇവിടെ 1s 2s 2p 3s 3p. ഓക്കെ, 4s-ഉം 4d-യും കൺഫ്യൂഷൻ വന്ന എന്താ? n+l = 4. ഇവിടെ n+l = 5. ഹയർ ദ n+l വാല്യൂ, ഹയർ ദ എനർജി. ഓക്കെ, ഇതെന്താണ്? n+l = 5 തന്നെയാണ്, പക്ഷേ ഹയർ ദ n വാല്യൂ 3d-നേക്കാളും കൂടുതൽ. അപ്പൊ n+l റൂളിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. എനർജിന്റെ ഓർഡർ ആദ്യമേ അറിയാം. ആ ഓർഡറിലാണ് ഇലക്ട്രോണെ ഫില്ല് ചെയ്ത്. എന്ന് വെച്ചാൽ 1s-ലേക്ക് ഇലക്ട്രോണെ കൊടുത്തിട്ട് മതി 2s-ലേക്ക്, അത് കൊടുത്തിട്ട് മതി 2p-ലേക്ക്, അത് കൊടുത്തിട്ട് 3s, അത് കൊടുത്തിട്ട് 3p, അത് കൊടുത്തിട്ട് 4s, പിന്നെ 3d-ലേക്ക് പോകുള്ളൂ. ഓക്കെ, സോ ദിസ് എ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് n+l റൂൾ. ഓക്കെ, അപ്പോൾ ഓരോന്നിനും n+l വാല്യൂ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഫില്ല് ചെയ്യാൻ. അപ്പോൾ ദ ഫസ്റ്റ് റൂൾ, ഫില്ല് ചെയ്യാനുള്ള ഫസ്റ്റ് റൂൾ ഓഫ് ബൗ പ്രിൻസിപ്പിൾ ആണ്. ഓഫ് ബൗ പ്രിൻസിപ്പിളിന്റെ ഒരു പിക്ചോറിയൽ ഡെപ്പിക്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഇവിടെ ഒരു 1s ഓർബിറ്റൽ. 1s ഞാനത് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരക്കാം. ഇവിടെ ഒരു 1s ഓർബിറ്റൽ. ഓക്കെ, കെ ഷെല്ലിൽ 1s മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 2s ഓർബിറ്റൽ. ഓക്കെ, കെ ഷെല്ലിൽ എൽ ഷെല്ലിൽ എന്തുണ്ട്? 2p കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 3s ഓർബിറ്റൽ. അത് കഴിഞ്ഞാൽ അതിൽ 3p ഉണ്ട്, 3d ഉണ്ട്. ഓക്കെ, ഒരേ ഷെല്ലിലുള്ളവരെ ഞാൻ ഒരേ ലെവലിൽ എഴുതുന്നു. ആൻഡ് 4s ഓർബിറ്റൽ, 4p ഉണ്ട്, 4d ഉണ്ട്, 4f ഉണ്ട്. ഓക്കെ, 5s, 5p, 5d, 5f. ഇനി താഴേക്ക് നിങ്ങൾക്ക് 6s, 6p, 6d, 6f, 6g എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാം. നമുക്ക് അത്രയൊന്നും വേണ്ട. ഓക്കെ, ഇതിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആരോ വരക്കും. ആരോ വരച്ചപ്പോൾ
ഇവിടെ ഒരു ആരോ വരച്ചപ്പോൾ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് അവിടെ വിട്ടേക്കുന്നു. ഇവിടുന്ന് ഒരു ആരോ വരക്കും, അപ്പോൾ അവിടെയും ആരുമില്ല. ഇവിടുന്ന് ഒരു ആരോ വരക്കുന്നു, ഇങ്ങനെ. ഇവിടുന്ന് ഒരു ആരോ വരക്കുന്നു, ഇങ്ങനെ. ഇവിടുന്ന് ഒരു ആരോ, ഇവിടുന്ന് ഒരു ആരോ. ബാക്കി വരക്കുന്നില്ല, കാരണം നമ്മൾ താഴേക്കുള്ളത് എന്ത് ചെയ്തിട്ടില്ല, വരച്ചിട്ടില്ല. ഇറ്റ്സ് ഗോയിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെയൊക്കെ ആരോ ഉണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, വണ്ണസ് കഴിഞ്ഞ് ആരോൻ്റെ എൻഡിൽ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ വണ്ണസ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും 2s. 2s കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഇതിനെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ 2p കഴിഞ്ഞാൽ 3s, 3s കഴിഞ്ഞാൽ എന്താണ് 3p കഴിഞ്ഞാൽ 4s കഴിഞ്ഞാൽ ഇങ്ങനെ പോവാം. 3d കഴിഞ്ഞാൽ 4p കഴിഞ്ഞാൽ 5s കഴിഞ്ഞാൽ 4d. ഓക്കെ, എങ്ങനെ വരും. ഇപ്പുറത്തേക്കുള്ളതൊന്നും വരച്ചിട്ടില്ല, അതുകൊണ്ട് അവിടെ പോകുന്നില്ല. അപ്പോൾ ആദ്യം 1s, പിന്നെ 2s, പിന്നെ 2p, അത് കഴിഞ്ഞാൽ 3s അല്ലേ. 3s കഴിഞ്ഞാൽ 3p കഴിഞ്ഞാൽ 4s കഴിഞ്ഞാൽ പിന്നെ 3d കഴിഞ്ഞാൽ 4p കഴിഞ്ഞാൽ 5s, അങ്ങനെ പോകും. സോ അപ്പോൾ ഇങ്ങനെ ഡയഗണലായിട്ട് പോകുന്നതുകൊണ്ടാണ് ഇതിന് ഡയഗണൽ റൂൾ എന്ന് പറയുന്ന ഒരു റൂള് വന്നിട്ടുണ്ടായിരുന്നു. ഡയഗണൽ റൂൾ എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇങ്ങനെ ദിസ് ലൈക്ക് എ ഡയഗണൽ. ഈ ഒരു ഫിഗർ കൊണ്ടാണ്, ഡയഗണൽ ഡയഗ്രാം കൊണ്ടാണ് ആ പേര് വന്നത്. സോ ദിസ് ഇസ് ദ പിക്ചോറിയൽ ഡെപിക്ഷൻ ഓഫ് ബൗ പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇലക്ട്രോണെ ഫില്ല് ചെയ്യാൻ എനർജീൻ്റെ ഓർഡർ കണ്ടെത്താൻ നമുക്ക് എന്ത് കിട്ടി, ഒരു റൂൾ കിട്ടി. ആൻഡ് ദർ ഇസ് ദ സെക്കൻഡ് റൂൾ ദാറ്റ് ഇസ് its name is Pauli's exclusion principle. Pauli's exclusion principle. According to, this is a very important rule. Exclude ചെയ്യാന്ന് വെച്ചാൽ അത് ഒഴിവാക്കുക. ആരെ ഒഴിവാക്കേണ്ടത്? അവിടെ Pauli's exclusion principle, the maximum number of electrons in an orbital is 2, and they should have opposite spins. അവർക്ക് opposite spins ആയിരിക്കാം. The maximum number of electrons in an orbital is 2, and they should have opposite spin. എന്ന് വെച്ചാൽ ഒരു ഓർബിറ്റൽ എസ് എടുത്തു, വേറൊരു ഓർബിറ്റൽ പി എടുത്താൽ അവിടെ 3 ഓർബിറ്റൽ ഉണ്ട്. അങ്ങനെ തന്നെ കണക്കൂട്ടണം. ഇവിടെ 3 ഓർബിറ്റൽ ഉണ്ട്. ഇതിലേക്ക് കയറാവുന്ന മാക്സിമം ഇലക്ട്രോൺ, ഓരോ ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെ കാണിക്കും. ഇത് അപ്വേർഡ് സ്പിൻ, ഇത് ഡൗൺവേർഡ് സ്പിൻ. അപ്പോൾ രണ്ട് ഇലക്ട്രോണിനെ ഒരു ഓർബിറ്റിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് സ്പിന്നുമാണ് ഇവിടെ. അപ്പോൾ എസ് ഓർബിറ്റലിൽ എന്താണ് 2 പി ഓർബിറ്റലിലോ ഇവിടെ 1 പോവാം, 2 പോവാം, ഇവിടെ 2 പോവാം, ഇങ്ങനെ. അപ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 2 വരും. അങ്ങനെയാണെങ്കിൽ ഒരു ഡി ഓർബിറ്റൽ എടുത്താലോ, ഡിയിൽ എത്ര ഉണ്ട്, 1 2 3 4 5 5 ഉണ്ട്. 5 ഉള്ളതുകൊണ്ട് ഇവിടെ 1 2 3. നമ്മൾ സ്പിന്നിനെ ഒന്നെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആരോ ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ ഹാഫ് ആരോ ആയിട്ട് കാണിക്കും. ഓക്കെ, 3 4 മൊത്തം എത്ര പോവും, 10 പോവും. അപ്പോൾ എഫിലേക്കോ 14 പോവും. നമ്മളത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അത് ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. പറഞ്ഞൊരു കാര്യത്തിനെ വീണ്ടും എന്ത് ചെയ്യണം, ഒന്ന് റിവേഴ്സ് ചെയ്യണം. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ 2l+1 ആണ് അല്ലേ. എസ് സബ്ഷെല്ലാണ് 2 × 0 + 1 ഒരു ഓർബിറ്റൽ, 0 വാല്യൂ ഉള്ള. പി ഓർബിറ്റലാണ് 2 × 1 + 1 3 ഓർബിറ്റൽ അല്ലേ. 3 ഓർബിറ്റലാണ്, -1 0 + 1. ml-ന് 3 വാല്യൂ. അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ 2l+1. ഓരോ ഓർബിറ്റലിലുള്ള മാക്സിമം ഇലക്ട്രോൺ എത്ര, 2 ആണ്. Therefore, maximum number of electrons in a orbital 2 ആണ്, in a subshell. Maximum number of electrons in a subshell is equal to 2 × 2l+1. ഓർബിറ്റലിനാണ് 2l+1 ഓൾറെഡി പറഞ്ഞതാണ്.
and that will be is equal to അപ്പോൾ ഇലക്ട്രോൺ രണ്ടെണ്ണം വീതം വരും. സോ 4l+2 ഇലക്ട്രോൺസിനെ മാക്സിമം എന്ത് ചെയ്യാം, ഓരോ സബ്ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യും. എസ് സബ്ഷെല്ലിലാണെങ്കിൽ 4x0 + 2 2m, പി ആണെങ്കിൽ 4x0 4x1 + 2 6m, മറ്റേത് 4x2 + 2 10, 4x3 + 2 14. മനസ്സിലായില്ലേ? ഓക്കെ. അതേപോലെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇതൊരു പോയിന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ ഈസ് ഈക്വൽ ടു n² ആണ്. n². കെ ഷെല്ലിൽ 1² is equal to 1, മറ്റേ 2² is equal to 4. 4 ഓർബിറ്റൽ ഏതൊക്കെയാണ്? എൽ ഷെല്ലിലുള്ള 4 ഓർബിറ്റൽ. എന്നിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഓക്കെ. എന്നിന്റെ വാല്യൂ 2 ആയതുകൊണ്ട് എൽ ഷെല്ലിനകത്ത് എന്നിന്റെ വാല്യൂ 2. അപ്പോൾ L is equal to 0 and 1. അപ്പോൾ എസ് ഓർബിറ്റൽ ഉണ്ട്. എസ് ഓർബിറ്റൽ എന്ന് വെച്ചാൽ ഒരു ഓർബിറ്റൽ, പി ഓർബിറ്റൽ എന്ന് വെച്ചാൽ 3 ഓർബിറ്റൽ, അങ്ങനെ 4 എണ്ണം. അതാണ് 2² is equal to 4. സോ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ is equal to n² ആണ്. ഓൾറെഡി പറഞ്ഞതാട്ടോ, അതാണ് ഞാൻ റഷ് ചെയ്ത് പോകുന്നത്. n² ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓർബിറ്റലിനകത്ത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. Therefore maximum number of electrons in a shell, ഒരു ഷെല്ലിനകത്തുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ that will be is equal to 2n². Okay, this is the equation, this is the another relation, very important. Okay, so Pauli's exclusion principle states that the maximum number of electrons in a subshell is 2 and they should have opposite spin. Okay, ഇതിന് വേറൊരു വേർഡ്സിലും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പോളി. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് വെച്ചാൽ, ഐ എം ടേക്കിംഗ് എ ലിഥിയം ആറ്റം, കളർ ഈസ് നോട്ട് ഗുഡ്. ലിഥിയം ആറ്റം എടുത്തു. ലിഥിയം ആറ്റത്തിൽ അറ്റോമിക് നമ്പർ 3 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 3 ആണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. 1s2 2s1 ആണ്. ആദ്യം 1sലേക്ക് 2 ഇലക്ട്രോണെ കൊടുത്തു, അല്ല 2 ഇലക്ട്രോണെ കൊടുത്തു, കാരണം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. അത് ഫില്ലായപ്പോൾ അടുത്തേക്ക് കൊടുത്തു. 1s കഴിഞ്ഞാൽ പിന്നെ 2s ആണ്, 2sലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ലിഥിയം ആറ്റത്തിൽ ഫോർ ഫസ്റ്റ് ഇലക്ട്രോൺ എവിടെയുള്ളത്? 1sലാണുള്ളത്. എന്നിൻ്റെ വാല്യൂ എത്ര? 1. എല്ലിൻ്റെ വാല്യൂ എത്ര? s ആണ് 0. mlൻ്റെ വാല്യൂ എത്ര? 0 ആണ്. msൻ്റെ വാല്യൂ 1 ഇലക്ട്രോൺ അല്ലേ, അത് പ്ലസ് ഓർ മൈനസ് ഹാഫ് ആവാം. അവിടെ 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അക്കോർഡിംഗ് ടു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒന്ന് പ്ലസ് ഹാഫും മറ്റത് മൈനസ് ഹാഫും. ഞാൻ ആദ്യത്തേന് പ്ലസ് ഹാഫ് കൊടുത്തു. രണ്ടാമത്തത് ഫോർ സെക്കൻഡ് ഇലക്ട്രോൺ എന്താ? n is equal to 1, l is equal to 0, ml is equal to 0. പക്ഷേ സെക്കൻഡ് ഇലക്ട്രോൺ മറ്റത് പ്ലസ് ഹാഫ് ആണെങ്കിൽ ഇത് മൈനസ് ഹാഫ്, മറ്റത് മൈനസ് ഹാഫ് ആണെങ്കിൽ ഇത് പ്ലസ് ഹാഫ്. ഫോർ തേർഡ് ഇലക്ട്രോൺ n is equal to 2, l is equal to 0, ml is equal to 0, l 0 ml 0, ms is equal to ഫസ്റ്റ് ഇലക്ട്രോണ് ഞാൻ പ്ലസ് ഹാഫ് കൊടുക്കുന്നു, അല്ലെ മൈനസ് ഹാഫ് കൊടുക്കുന്നു. ഇനി യു ജസ്റ്റ് കമ്പയർ, ഇവരൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ n1 ആണ്, ഇവിടെ n1 ആണ്, ഇവിടെ l 0 ആണ്, ഇവിടെ l 0 ആണ്, ഇവിടെ ml 0 ആണ്, ഇവിടെ ml 0 ആണ്. പക്ഷേ ms ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ms ഡിഫറെൻ്റ് ആണ്. ഇവിടെ n1 ആണ്, ഇവിടെ n2 ആണ്, ഇവിടെ n1 ആണ്, ഇവിടെ n1 ആണ്, സെയിം അല്ല. l 0 ആണ്, l 0 ആണ്, l 0 ആണ്, ml 0 ആണ്, ml 0 ആണ്. ഓക്കെ, ms പ്ലസ് ഹാഫ് ആണ്, ഇവിടെ ms പ്ലസ് ഹാഫ് ആണ്. ആദ്യത്തും മൂന്നാമത്തും ആണെങ്കിൽ ഏത് മാത്രമേ വ്യത്യാസമുള്ളൂ? n മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി 2ഉം 3ഉം ആണെങ്കിൽ അവിടെ n-ഉം വ്യത്യാസമുണ്ട്, ms-ഉം വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിനകത്തുള്ള ഏത് ഇലക്ട്രോൺ എടുത്താലും അവർക്ക് ഒരേ സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പർ സെയിം ആയിട്ട് വരില്ല. ഒരേ ക്വാണ്ടം നമ്പർ വരും അപ്പോഴാണ് ഒരേ ഓർബിറ്റൽ വരുമ്പോഴാണ്. ഇപ്പോൾ 1sൽ വരികയാണെങ്കിൽ എല്ലാവർക്കും n is equal to 1 ആണ്, l is equal to 0 ആണ്, ml is equal to 0 ആണ്. ഓക്കെ, പക്ഷെ അതിൽ രണ്ടാമത്തെ ഇലക്ട്രോണിന് സ്പിന്ന് വ്യത്യാസമുള്ളതുകൊണ്ട് ms വ്യത്യാസമുണ്ട്. ഇനി സ്പിന്ന് വ്യത്യാസമില്ലാത്ത ഒരാൾ അപ്പുറത്ത് വരികയാണെങ്കിൽ അവർ വേറെ ഓർബിറ്റലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 2pയിലായിരിക്കും, അല്ല അടുത്ത് ഇത് 2s ആണെങ്കിൽ അടുത്ത് 2pയിലായിരിക്കും. ഇപ്പോൾ p ആകുമ്പോൾ അവിടുത്തെ ക്വാണ്ടം നമ്പർ മാറി. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഡിഫറെൻറ്റ് ഓർബിറ്റലിൽ, ഒരേ ഓർബിറ്റലിൽ നിൽക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സ്പിന്നിൽ നിൽക്കണം. സോ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ്. ആദ്യത്തെ എന്തായിരുന്നു? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽ ഈസ് 2 ആൻഡ് ദാറ്റ് ഷുഡ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ.
അദ്ദേഹം ഒന്നുകൂടി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം, ഒരാറ്റത്തിൽ in an atom can have the same set of 4 quantum numbers. ഒരിക്കലും 4 ക്വാണ്ടം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തന്നെ വ്യത്യാസം ഉണ്ടാവും, രണ്ടെണ്ണമൊക്കെ വ്യത്യാസമാണ്. ഇവിടെ 2 വ്യത്യാസമാണ്, n=2, n=1, സോറി ഇവിടെ n=2, n=1, m++, m=-, ഏതെങ്കിലും ഒന്നെങ്കിലും വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരേ ഓർബിറ്റലിൽ വന്നാൽ സ്പിൻ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർബിറ്റലായിരിക്കും. നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. 4 ക്വാണ്ടം നമ്പറും ഒരിക്കലും ഈക്വൽ ആവില്ല എന്നുള്ളതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന്റെ അതർ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് Hund's rule of maximum multiplicity. Hund's rule of maximum multiplicity. Hund's rule എന്താ പറയുന്നത്? Hund's rule of maximum multiplicity. Hund's rule പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു 1s ഓർബിറ്റൽ എടുക്കുന്നു, ഒരു 2s ഓർബിറ്റൽ എടുക്കുന്നു, ഒരു 2p ഓർബിറ്റൽ എടുക്കുന്നു, 2p. ഓക്കെ, ഈ 1s-നേക്കാളും എനർജി ഉണ്ട് 2s-ന്, 2s-നേക്കാളും എനർജി ഉണ്ട് 2p. പക്ഷെ 2p-യിൽ തന്നെ 2px ഉണ്ട്, 2py ഉണ്ട്, 2pz ഉണ്ട്. ഇവർക്ക് ഒരേ എനർജിയാണ്. ഓക്കെ, 2p-യിലുള്ള 2px-നും 2py-ക്കും 2pz-നും ഒരേ എനർജിയാണ്. അവരെ നമ്മൾ എന്താ പറയുക? ഡീജനറേറ്റ് ഓർബിറ്റൽ. ഡീജനറേറ്റ് മീൻസ് ഹാവിങ് സെയിം എനർജി. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ഡീജനറേറ്റ് ആണ്. ഇവർക്ക് ഡീജനറസി നഷ്ടപ്പെടും എപ്പോഴാണ്? നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അവരുടെ എനർജി വ്യത്യാസം ഉണ്ടാവും. അതായത് സ്റ്റാർക്ക് എഫക്റ്റ് ഓർ സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വാണ്ടം നമ്പർ ml ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. സോ ദേ ആർ ഡീജനറേറ്റ്. നേരത്തെ ഞാൻ ഹൈഡ്രേന്റെ എനർജി ലെവൽ ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസിന്റെ എനർജി ലെവൽ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ, ഓക്കെ, മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസിന്റെ എനർജി ലെവൽ ഡയഗ്രാം, എനർജി ഇസ് പ്ലോട്ടഡ് ഹിയർ. അപ്പോൾ എങ്ങനെ വരിക? ഇവിടെ എന്ത് വരും? 1s വരും. ഓക്കെ, ഇവിടെ 2s-നേക്കാളും കുറച്ച് കൂടുതൽ 2p. ഓക്കെ, പിന്നെ ഇവിടെ 3s, അതിനേക്കാളും കുറച്ച് കൂടുതൽ, മറ്റേതൊക്കെ ഒരേ ലെവലായിരുന്നു 3p. അതിനേക്കാളും കൂടുതൽ ഏതാ? 4s-നേക്കാളും കൂടുതലാണ് ഇതിന് വരിക. 4s അതിനേക്കാളും കൂടുതലാണ് ആർക്ക് വരിക? 3dക്ക് വരിക. 3d. പിന്നെന്താ വരിക? ഇവിടെ 3d-നേക്കാളും കൂടുതൽ 4p-നേക്കാളും കൂടുതൽ 4d, ഇവിടെ 3d. ഇങ്ങനെ വരിക. 1s-നേക്കാളും കൂടുതൽ 2s, 1s-നെ പോയിന്റർ എടുക്കാം. 1s-നേക്കാളും കൂടുതൽ 2s, 2s-നേക്കാളും കൂടുതൽ 2p, 2p 3s, 3p 4s, 3d 4p. ഒന്ന് ചെറിയൊരു തെറ്റുണ്ട്. എന്താ തെറ്റ്? 4d അവിടെ അല്ല വരിക. 4d വരിക 4p-നേക്കാളും കൂടുതലാണ്. 4d ഒരേ ലെവലല്ല. ഓക്കെ, ഇതിനേക്കാളും കൂടുതൽ, ഇതിനേക്കാളും കൂടുതൽ, ഇതിനേക്കാളും കൂടുതൽ, ഇതിനേക്കാളും കൂടുതൽ, ഇതിനേക്കാളും കൂടുതൽ. 4s കഴിഞ്ഞ് 3d, 4p. എനർജി ലെവൽ ഡയഗ്രാം മനസ്സിലാകുന്നുണ്ടോ? അതിൽ ഈ 2p എന്ന് പറയുമ്പോൾ അവിടെ 3 ആളുകളുണ്ട്. ആ 3 ആൾ ഇങ്ങനെ വരക്കാനുള്ള കാരണം എന്താ? അവർക്ക് ഒരേ എനർജിയാണ്. 3d എന്ന് പറയുമ്പോൾ അവിടെ 5 പേരുണ്ട്. 1 2 3 4 5. അവരെങ്ങനെ വരക്കാനുള്ള കാരണം അവർക്ക് ഒരേ എനർജിയാണ്. നമ്മൾ ഇങ്ങനെ വരക്കില്ല. കാരണം എന്താ? അവിടെ ഇതിനേക്കാളും എനർജി കൂടുതൽ ഇത്, ഇതിനേക്കാളും എനർജി കൂടുതൽ ഇത്. ദേ ആർ ഡീജനറേറ്റ് ഓർബിറ്റലാണ്. ഓക്കെ, അപ്പോൾ ഒരു s ഓർബിറ്റൽ എടുത്താൽ അവിടെ ഒരു s ഓർബിറ്റൽ ഉണ്ട്, പിന്നെ ഒരു p ഓർബിറ്റൽ ഉണ്ട്. ഇവർക്കെല്ലാം ഒരേ എനർജി. പക്ഷേ ഇവർക്ക് ഒരേ എനർജി അല്ല. ഇത് 2s, ഇത് 2p. ഇവർക്കെല്ലാം ഒരേ എനർജി. അപ്പോൾ ഒരേ എനർജിയുള്ള ഓർബിറ്റലുകളിലേക്ക് ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ ആദ്യം ഇത് ഒരേ എനർജി അല്ല 2s, രണ്ടാമത്തെ ഇലക്ട്രോൺ അവിടെ പെയർ ചെയ്യും, എന്നിട്ട് അടുത്തതിലേക്ക് പോകും. ആദ്യത്തെ ഇലക്ട്രോൺ പോകുമ്പോൾ ഇവിടേക്ക് പോകും, പിന്നെ പോകുന്നത് ഇവിടേക്ക് പോകും, പിന്നെ ഇവിടെ. എല്ലാവർക്കും ഓരോന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻ ഓർബിറ്റൽസ് വിത്ത് ഹൺസ് റൂൾ ആണ്. ഇൻ ഓർബിറ്റൽസ് വിത്ത് സെയിം എനർജി, ഒരേ എനർജിയുള്ള ഓർബിറ്റൽ, സെയിം എനർജീസ്, അതിനെന്താ പറയാ? ഡീജനറേറ്റ്.
In degenerate orbitals നടത്തും. Degenerate orbitals. In orbitals with the same energy, pairing will takes place. Pairing will takes place only after each orbital is singly occupied. Each orbital is singly occupied. ഓരോ ഓർബിറ്റലും സിംഗ്ലി ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 റൂൾസ് പഠിച്ചു. ദാറ്റ് ഈസ് ഓഫ് ബൗ പ്രിൻസിപ്പിൾ, അതേപോലെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യണം. ഓക്കെ, and let's see how we'll fill the electrons according to these 3 basic rules for filling of orbitals. Okay, first നമുക്ക് just recall the concept. എന്താണ് അബ്ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യേണ്ടത് എന്താണ്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജീസിലാണ്. അതിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഓർബിറ്റലിനകത്തേക്കുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. and they should have opposite spin. Okay, and the third one is the in degenerate orbital. That means in orbitals with the same energy, the pairing will takes place only after each orbital is singly occupied. Okay, ഇത്രയുമാണ് റൂളുകൾ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് മീൻസ് ദാറ്റ് ഈസ് ദ arrangement of electrons in these orbitals. Arrangement of electrons in orbitals according to these 3 rules. Okay, അപ്പോൾ അവിടെ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് SPDF etc notation. SPDF notation എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്, ഇപ്പോൾ പറയാൻ പോവാണ്. രണ്ടാമത്തത് ഓർബിറ്റൽ ഡയഗ്രം മെത്തേഡ്. ഓർബിറ്റൽ ഡയഗ്രം. ഓക്കെ, അപ്പോൾ ഒന്ന് SPDF notation ആണ്, രണ്ടാമത്തത് ഓർബിറ്റൽ ഡയഗ്രം. And let's place this here. Okay, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, the first example is first element hydrogen, atomic number 1. ഒരു ഇലക്ട്രോൺ ആണുള്ളത്. The electronic configuration is 1s1. അപ്പോൾ കാരണം ഏറ്റവും കുറഞ്ഞ എനർജി 1s-നാണ്, ആ 1s-ലേക്ക് ഒരു ഇലക്ട്രോൺ 1s1. ഇതിന് this is SPDF notation. The first one is SPDF notation. മറ്റൊരു 1s എന്ന് പറയുന്നത് ഒരൊറ്റ ഓർബിറ്റലാണ്. അപ്പോൾ അതിനകത്തേക്ക് ഒരൊറ്റ ഇലക്ട്രോൺ. That is the electronic configuration of 1s. This is the orbital diagram. The first one is SPDF notation. The second one is orbital diagram. Okay. Second one. Helium. Atomic number 2. അപ്പോൾ രണ്ടാമത്തെ ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിനകത്തേക്ക് 2 ഇലക്ട്രോൺ പോവാം. So 1s2. Okay. And the electronic configuration is 1s2. Okay, and the next one is helium കഴിഞ്ഞാൽ പിന്നെ lithium, atomic number 3. അപ്പോൾ 1s2-ലേക്ക് 2 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഇലക്ട്രോൺ 2s1-ലേക്ക്. So what you will get, there is a 1s and there is a 2s also. There is a 1s and 2s. So 1s-ലേക്ക് 2 ഇലക്ട്രോൺ ആദ്യം അവിടെ പെയർ ചെയ്തു, കാരണം എന്താ, അടുത്തതിന് സെയിം എനർജി അല്ല. അപ്പോൾ ആദ്യത്തേൽ തന്നെ പെയർ ചെയ്തതിന് ശേഷം 2s1. Okay, and the third one, the fourth one, the third ആയിരുന്നു. The fourth one, beryllium, atomic number 4. The electronic configuration is 1s2, 2s2. This is the SPDF notation, and the electronic configuration is 1s2, 2s2. രണ്ടും ഫില്ലായി 1s2, 2s2. Okay, ഇവിടെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് വന്നിട്ടില്ല. അടുത്തത് ബോറോൺ, atomic number 5, 1s2, 2s2, 2p1. 1s2, 2s2, 2p1. ഇതെങ്ങനെ നോട്ട് ചെയ്യുക? 1s-ന് ഒരു ഓർബിറ്റൽ, 2s-ന് ഒരു ഓർബിറ്റൽ, പിന്നെ 2p-ക്ക് 3 ഓർബിറ്റൽ ഉണ്ട്, അതിൽ ഒന്ന് ഫിൽ ചെയ്തു. സോ 1s2 opposite spin maximum 2, 2p1. ഓക്കെ, ഇത് 1s, ഇത് 2s, ഇത് 2p. ക്ലിയർ ആണല്ലോ? And next one, sixth one,
that is carbon, atomic number 6, the electronic configuration is 1s2, 2s2, 2p2. Orbital configuration 1s2, 2s2. Okay, രണ്ടും ഒരേപോലെയാണ്, ഞാൻ ഡിറ്റോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് 2p എങ്ങനെ ഫില്ല് ചെയ്യും? 2p is filled like 2p2 ആണ്. ഓക്കെ, ഇനി അപ്പോൾ കാർബണും കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? ഐ എം പ്ലേസിംഗ് ദിസ് ഹിയർ. ഓക്കെ, and the seventh one is nitrogen. Nitrogen, atomic number 7, electronic configuration 1s2, 2s2, 2p3. okay, 1s2, 2s2, 2p എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൂന്നാമത്തതാണ്. ഇവിടെ ഞാൻ നേരത്തെ ചെയ്തതിന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 1s2 ഇവിടെ പെയർ ചെയ്തു, അതിന് ശേഷം ഇവിടെ പെയർ ചെയ്തു. ഓക്കെ, ഇതുവരെ നമ്മൾ ഏതൊക്കെ അപ്ലൈ ചെയ്തത്? ഇത് 1s കഴിഞ്ഞതിന് ശേഷം 2sലേക്ക് കൊടുത്തു. അവിടെ അഫ്ബാവ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാരണം 1sന് ശേഷം 2sലേക്ക് കൊടുത്തു. രണ്ടാമത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. കാരണം എന്താ? അവിടെ മാക്സിമം 2 ഇലക്ട്രോൺ, മൂന്നാമതൊരു ഇലക്ട്രോണിനെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഒരു ഓർബിറ്റലിനകത്ത് വരച്ചിട്ടില്ല, മൂന്നാമതൊന്നിനെ വരച്ചിട്ടില്ല. ആൻഡ് ദേ ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. അതായത് ഇവ ഇങ്ങനെ വരച്ചാൽ അത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു. ഇങ്ങനെ വരച്ചാൽ അത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു. കാരണം എന്താ? ഇവിടെ 2നേക്കാൾ കൂടുതലുണ്ട്, ഇവിടെ 2 ഉള്ളൂ, പക്ഷെ ഓപ്പോസിറ്റ് സ്പിൻ അല്ല. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു. ഇനി 1s1, 2s2 എന്ന് കൊടുത്താൽ അവിടെ അഫ്ബാവ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു. കാരണം എന്താ? 1s ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് 2sലേക്ക് കൊടുത്തു. മനസ്സിലായല്ലോ? ഇപ്പോൾ ഹൺസ് റൂൾ ഇനി ഇവിടെ 1s2, 2s2, 2p3 എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ പെയർ ചെയ്തു, പിന്നെ ഇവിടെ പെയർ ചെയ്തു, ആദ്യം ഇവിടെ ഫില്ല് ചെയ്തു, പിന്നെ ഇവിടെ ഫില്ല് ചെയ്തു, പിന്നെ ഇവിടെ ഫില്ല് ചെയ്തു. ഓക്കെ, പെയറിംഗ് തുടങ്ങിയിട്ടില്ല. അബോവ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പെയറിംഗ് വിൽ ടേക്സ് ഓൺലി ആഫ്റ്റർ ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗ്ലി ഓക്യുപ്പൈഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇത് 2p ആണ്, 1s2, 2s2, 2p. ഇത് ഇവിടെ എനർജിയുടെ ഓർഡർ 1, ഇവിടെ 2s എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട് 2s. ഓക്കെ, ആൻഡ് 1s ഓൾസോ ഫില്ല് ചെയ്തിട്ടുണ്ട്, 1s ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1s ഫില്ല് ചെയ്ത് 2s ഫില്ല് ചെയ്തിട്ടാണ് 2pയിലേക്ക് വന്നത്. അബോവ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തിട്ടില്ല. എല്ലാത്തിനും ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്, എല്ലാത്തിനും ഓപ്പോസിറ്റ് സ്പിൻ ആണ്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഒരാൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൺസ് റൂൾ. ഹൺസ് റൂൾ അനുസരിച്ച് ഇതിലേക്ക് ഒന്ന് പോയിട്ട് പിന്നെയാണ് ഇതിലേക്ക് ഒന്ന് പോകുന്നത്, പിന്നെ ഇതിലേക്ക് ഒന്ന്, അങ്ങനെയാണ് പോകേണ്ടത്. സോ അവിടെ ഹൺസ് റൂൾ എന്ത് ചെയ്തിട്ടുണ്ട്? വയലേറ്റ് ചെയ്ത്. ഏത് റൂളാണ് വയലേറ്റ് ചെയ്തതെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നോക്കേണ്ടി വരും. ഓക്കെ, ലെറ്റ് മീ just a minute. Let me erase this. Okay, this is 2p1. And next to oxygen, atomic number 8, the electronic configuration is 1s2, 2s2, 2p4. Okay, then the orbital configuration 1s, 2s, 2p. The 1s, the 2s, ഇത് 2p. Okay, 1s 2 എണ്ണം, 2pയിൽ 2 എണ്ണം, 2p4 എന്ന് പറയുമ്പോൾ 1, 2, 3 പിന്നെയാണ് പെയറിംഗ് തുടങ്ങുന്നത്. സോ ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഹൺസ് റൂൾ. ഓക്സിജൻ 8 ആൻഡ് ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2, 2s2, 2p5. 1s2, 2s2, 2p5. അതായത് 1s, 2s, 2p. 1s, 2s, 2p. ഓക്കെ, അപ്പോൾ 1s2, 2s2, 2p5 എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന് തന്നെ എഴുതി പഠിക്കണം. 4, 5. ഓക്കെ, and the last one, neon, atomic number 10, electronic configuration 1s2, 2s2, 2p6. 2p6 എന്ന് പറഞ്ഞാൽ അവിടെ എന്തായി ഫില്ലായി? 1s, 2s, 2p6, p അവിടെ ഫില്ലായി. ഓക്കെ, അപ്പോൾ ഇവിടെ 1s2, 2s2, 1, 2, 3, 4, 5, 6. all the rules are obeyed. അപ്പം ഫസ്റ്റ് പീരീഡ് എലമെൻസും സെക്കൻഡ് പീരീഡ് എലമെൻസും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പീരീഡ്സ് ഒക്കെ കൂടുതലായിട്ട് എന്തിൽ ഡിസ്കസ് ചെയ്യും? പീരീഡിക് ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ എവിടെയാണോ നിർത്തുന്നത് അവിടെ നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൻഡ് ലെറ്റ് മീ ടേക്ക് അനദർ എലമെന്റ്, ദാറ്റ് ഈസ് കാൽഷ്യം. atomic number 20. The electronic configuration is 1s2, 2s2, 2p6, 3s2, 3p6. അപ്പോൾ എത്രയായി? 18. പിന്നെ അടുത്തത് ഏതാ? അടുത്തത് 4s2 ആണ്. നിങ്ങൾക്കറിയാലോ n+l റൂൾ ഓഫ് ബൗ പ്രിൻസിപ്പിൾ. ഓക്കെ, 3D അല്ല. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. അടുത്തത്
സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. അവിടെ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യും, ഞാൻ ഓർബിറ്റൽ ഡയഗ്രം എല്ലാത്തിനും വരക്കുന്നില്ല. ഓർബിറ്റൽ ഡയഗ്രം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1s2 2s2 2p6 3s2 3p6 4s2 3d1. ചില ബുക്കിൽ ഇവിടെ 4s2 ഇങ്ങനെ 3d1 എന്ന് എഴുതാറുണ്ട്. ഇറ്റ്സ് കറക്റ്റ്, ബോത്ത് ആർ കറക്റ്റ്. 3p6 3s2 2p6 2s2 1s2 1s2 2s2 2p6 3s2 3p6 4s2 3d1. ഇതാണ് പ്രിഫർ ചെയ്തത്. എന്താ ഇതിൻ്റെ ഒരു അർത്ഥം? ഇത് കെ ഷെല്ല്, 2 എന്നുള്ളത് എൽ ഷെല്ല്, 3 എന്നുള്ളത് എം ഷെല്ല്, 4 എന്നുള്ളത് എൻ ഷെല്ല്. ഇങ്ങനെ ഇതാണ്. ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, എം ഷെല്ല് ഇവിടെ, ഇടയിൽ ഒരു എൻ ഷെല്ലും പിന്നെ ഒരു എം ഷെല്ലും ഒന്നും വരില്ല. മനസ്സിലായോ? അതായത് പൊസിഷൻ വൈസ് നിങ്ങളൊരു ആറ്റം എടുത്താൽ പൊസിഷൻ വൈസ് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് ഒരു ഷെല്ലുണ്ട്, അത് കഴിഞ്ഞാൽ വേറൊരു ഷെല്ലുണ്ട്, അത് കഴിഞ്ഞാൽ അടുത്ത ഷെല്ലുണ്ട്, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷെല്ല് വരും. അങ്ങനെയാണുള്ളത്. ഓക്കെ, അതിൽ ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, ഇത് എം ഷെല്ല്, ഇത് എൻ ഷെല്ല്, ഇങ്ങനെ തന്നെയാണ് ഓർഡർ. പക്ഷെ അത് പൊസിഷൻ്റെ ഓർഡർ. ഇവിടെ 3ഡിയും 4s കൊടുത്താൽ ആരാണ് ആദ്യം വരുന്നത്? 3d തന്നെയാണ് 4sന്റെ മുമ്പുള്ളത്. പക്ഷേ 4sന്റെ എനർജി 3ഡിനേക്കാൾ കുറവാണെന്ന് മാത്രം. പൊസിഷൻ വൈസ് 3-4 പേര് ക്യൂ നിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരാൾ ക്യൂ നിൽക്കുന്നു, രണ്ടാമത്തെ ആൾ, മൂന്നാമതൊരാൾ ക്യൂ നിൽക്കുന്നു, നാലാമതൊരാൾ ക്യൂ നിൽക്കുന്നു. ഓക്കെ, ലെറ്റ് മീ ഡിനോട്ട് ദിസ് ഇസ് എ, ദിസ് ഇസ് ബി, ദിസ് ഇസ് സി, ദിസ് ഇസ് ഡി. ക്യൂവിലെ പൊസിഷൻ നമ്പർ 1 ഇയാളാണ്, 2 ഇയാളാണ്, 3 ഇയാളാണ്, 4 ഇയാളാണ്. നമ്മൾ എന്തോന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആദ്യത്തെ ആൾക്ക് നമ്മൾ കൊടുക്കുന്നതിന് പകരം രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഇയാൾ പൊസിഷൻ വൈസ് ഇയാൾ തന്നെയാണ് ഫസ്റ്റ്, പക്ഷെ കിട്ടുന്നത് ഇയാൾക്കാണ്, എനർജി ഇയാൾക്കാണ് കുറവ്. അപ്പം ഇത് എന്താണ്? 3D ആണ്, ഇത് 4s ആണ്. അപ്പോൾ 3D 4sന്റെ മുമ്പാണ്, പക്ഷെ 4sനാണ് ഇലക്ട്രോൺ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പൊസിഷൻ വൈസ് തന്നെയാണ് എഴുതേണ്ടത്. ഫില്ല് ചെയ്യുന്നത് എനർജി നോക്കി ഫില്ല് ചെയ്ത്, ഇലക്ട്രോണെ ഫില്ല് ചെയ്യാനാണ് റൂൾ ഉള്ളത്, അല്ലാണ്ട് പൊസിഷൻ വെച്ചിട്ടല്ല. ഇപ്പം നമ്മളിവിടെ 4sനെ എഴുതണം എന്ന് പ്രിഫർ, ഇത് എഴുതിയ തെറ്റല്ല, ഇത് എനർജിന്റെ ഓർഡർ അനുസരിച്ച് എഴുതി, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ പൊസിഷൻ വൈസ് എഴുതിയിട്ടില്ല എങ്കിൽ നമ്മളൊരു ഇലക്ട്രോൺ അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്നാ പോവാം? ഇഫ് യു ആർ റിമൂവിങ് ആൻ ഇലക്ട്രോൺ ഫ്രം ദിസ്, ഇവിടുന്ന് 4s എന്നാ പോവുക. കാരണം അതാണ് ഔട്ടർ മോസ്റ്റ്, അതായത് ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺ ഉള്ളത്. ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺ ഇവിടെ ഉള്ളത്, അത് 4sലാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുക, അല്ലാണ്ട് 3D എന്നല്ല. സോ അപ്പോൾ നമ്മൾ 3Dന്റെ ശേഷമാണ് 4sനെ എഴുതേണ്ടത്, പക്ഷേ 3Dന്റെ മുമ്പ് 4s ഫില്ല് ചെയ്യണം. ദാറ്റ് ഈസ് ഓഫ് ബൗ പ്രിൻസിപ്പിൾ. ഓഫ് ബൗ പ്രിൻസിപ്പിൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സ്കാൻഡി എഴുതുമ്പോൾ അങ്ങനെ എഴുതണം എന്ന് അർത്ഥം. ഓക്കെ, സ്കാൻഡിയത്തിന്റെ മാത്രമല്ല ഡി ഓർബിറ്റൽ എഴുതുമ്പോൾ. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. സ്കാൻഡിയം ടൈറ്റാനിയം സ്കാൻഡിയം അറ്റോമിക് നമ്പർ 22. ദാറ്റ് ഈസ് 1s2 2s2 2p6 3s2 3p6 4s2 3d2 4s2 3d2. Okay, and titanium vanadium atomic number 23. There is 1s2 2s2 2p6 3s2 3p6 4s2 3d3. ഇങ്ങനെയാണ് വരിക. അടുത്ത വനേഡിയം കഴിഞ്ഞാൽ ക്രോമിയം. യു ഷുഡ് മൈൻഡ് ദിസ് എലമെന്റ്. അതിന്റെ 1s2 2s2 2p6 3s2 3p6. Okay, and 4s1 3d5 4s1 3d5. 4s ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് 4s ഫില്ല് ചെയ്യാണ്ട് ഡിയിലേക്ക് ഒരു ഇലക്ട്രോൺ വന്നിട്ടുണ്ട്. ദീസ് ആർ വയലേറ്റിംഗ്. ഏതാ വയലേറ്റ് ചെയ്തത്? എന്ത് റൂളാണ് വയലേറ്റ് ചെയ്തത്? എനർജിന്റെ ഓർഡർ അവിടെ കറക്റ്റ് എന്ത് ചെയ്തിട്ടില്ല, അത് ഒബേ ചെയ്തിട്ടില്ല. വയലേറ്റിംഗ് ഓഫ് ബൗ പ്രിൻസിപ്പിൾ. ഈ ഓഫ് ബൗ എന്ന് പറയുന്നത് പോളി ഒരാളുടെ പേരാണ്, ഹണ്ട് ഒരാളുടെ പേരാണ്, പക്ഷെ ഓഫ് ബൗ എന്ന് പറഞ്ഞ ഒരാളുടെ പേരല്ല. ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ ചെയ്തത്. ഓഫ് ബൗ ഇൻ ഗ്രീക്ക് മീൻസ് ബിൽഡ് അപ്പ്. ഹൗ എൻ ഇലക്ട്രോൺ ഈസ് ബിൽഡ് അപ്പ് വിത്ത് ഹൗ എൻ ആറ്റം ഈസ് ബിൽഡ് അപ്പ് വിത്ത് ഇലക്ട്രോൺ, അതാണ് അർത്ഥം. ഓഫ് ബൗ മീൻസ് ബിൽഡ് അപ്പ്. അപ്പോൾ ഇത് ഓഫ് ബൗ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഒബ്വിയസ്ലി എൻ എക്സെപ്ഷൻ. കാരണം അവിടെ നിൽക്കട്ടെ, ദിസ് ഈസ് വൺ എക്സെപ്ഷൻ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ ടേക്കിംഗ് മാംഗനീസ് അറ്റോമിക് നമ്പർ 25 1s2
2s2, 2p6, 3s2, 3p6, മറ്റത് 4s2, 3d5. നോ എക്സെപ്ഷൻ. 25. ഇതാവുന്നതോട് 20 ആവും. ഓക്കെ. മാംഗനീസ്. അയൺ അറ്റോമിക് നമ്പർ 26, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6. നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ക്രോമിയത്തിൽ ചെറിയൊരു വിഷയമുണ്ട്. ജസ്റ്റ് പ്ലേസിങ് ദിസ് ഹിയർ. ഓക്കെ, അവിടെ അയൺ കഴിഞ്ഞു. അയൺ കഴിഞ്ഞതിന് ശേഷം മാംഗനീസ്, അയൺ, കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d7. 3d7 ആണ് ഞാൻ ആദ്യം എഴുതുന്നത്, പക്ഷെ ഫില്ല് ചെയ്യുന്നത് 4s ആണ്. കൊബാൾട്ട്, നിക്കൽ അറ്റോമിക് നമ്പർ 28, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d8. നോ പ്രോബ്ലം ഇൻ ദാറ്റ്. അടുത്തത് കോപ്പർ. കോപ്പർ ഞാൻ പറയുന്നു. കോപ്പർ അറ്റോമിക് നമ്പർ 29. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5 ആണ് വരേണ്ടത്, പക്ഷെ 3d9 ആണ് വരേണ്ടത്. 3d8 ഇവിടെ വരെ വന്നിട്ടുണ്ട്, പക്ഷെ 4s1, 3d10. This is also violating above principle, and this is also an exception. An exception to the normal electronic configuration. This is violating of Bohr principle. Copper and chromium is violating of Bohr principle. Okay, copper and chromium എന്ത് ചെയ്യുന്നുണ്ട്? of Bohr principle. ഇനി അവിടെ zinc atomic number 30, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. ഇവിടെ ഒരു വയലേഷനും ഇല്ല. ഇത് 4s രണ്ടെണ്ണം പോയി 3d-ലേക്ക്. അപ്പോൾ 1 at copper and 1 at chromium there are exceptions. അതിന്റെ റീസൺ അവിടെ നിൽക്കട്ടെ. എക്സെപ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. ലെറ്റ് മീ കംപ്ലീറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് അതിന്റെ എക്സെപ്ഷൻ, പിന്നെ വേറെ ഏതൊക്കെ എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഒരു +1 പിന്നെ ഇത് മതി, ക്രോമിയം കോപ്പർ എക്സെപ്ഷൻ മതി. പക്ഷെ പീരിയഡിക് ടേബിൾ വേറെ സ്ഥലത്തും എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവരോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരോ അതും കൂടി മൈൻഡ് ചെയ്തിട്ട് പോകണം. ലെറ്റ് മീ ഐ വിൽ ഷോ യു ദാറ്റ്. ഓക്കെ, അതിന് മുമ്പ് നിങ്ങളിപ്പോൾ ഒരു ഹൈഡ്രജൻ എടുക്കുക, ഹീലിയം എടുക്കുക, ലിഥിയം എടുക്കുക. ലിഥിയം ഞാൻ നേരത്തെ എഴുതിയതാണ്. 1s2, 2s1 ആണ്. ഐ എം ടേക്കിംഗ് സോഡിയം 11, 1s2, 2s2, 2p6, 3s1. നമുക്ക് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, എൻറോൺ. ഇതിൽ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2. ഇതിൻ്റെ 10 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6 ആണ്. ഞാൻ ആദ്യത്തെ മൂന്നാളുടെ എഴുതുന്നുള്ളൂ. ഇത് 18 ആണ്. ദാറ്റ് ഈസ് 1s2, 2s2, 2p6, 3s2, 3p6. അപ്പോൾ നമ്മളിവിടെ ലിഥിയത്തിന് 1s2, 2s1 എന്ന് എഴുതുന്നതിന് പകരം ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഹീലിയം ഇട്ടിട്ട് 2s1 എന്ന് എഴുതിയാൽ മതി. ഇത് മാത്രമേ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഹീലിയം സ്റ്റേബിൾ ആണ്. ആ ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷനുള്ള ഇലക്ട്രോൺസ് എന്തെയില്ല, റിയാക്ഷനിൽ പങ്കെടുക്കില്ല. ഹീലിയം 2s1 എന്ന് എഴുതാം. സോഡിയത്തിന് ഇവിടെ 10 വരെ. ഇത് നിയോണിന്റെ കോൺഫിഗറേഷൻ ആണ്, ഇത് ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നിയോൺ ഇട്ടാൽ അതിന്റെ അർത്ഥം 1s2, 2s2, 2p6 എന്നാണ്. 3s1. ഇനി നിങ്ങൾ കാൽഷ്യം ചെയ്താണെങ്കിൽ അറ്റോമിക് നമ്പർ 20. ഓക്കെ, കാൽഷ്യം ചെയ്താണെങ്കിൽ കാൽഷ്യത്തിന് എന്തായിരുന്നു? 1s2, 2s2, 2p6, 3s2, 3p6, 4s2 ആണ്. അത് ഇതുവരെയുള്ളത് ആർഗന്റെ കോൺഫിഗറേഷൻ ആണ്. സോ യു ക്യാൻ റൈറ്റ് ആർഗൺ കോൺഫിഗറേഷൻ 4s2. ഓക്കെ, ഇഫ് യു ആർ റൈറ്റിംഗ് മാംഗനീസ് അറ്റോമിക് നമ്പർ 25, ഞാനിവിടെ ഇതും ആർഗൺ. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആർഗൺ എന്ന് വെച്ചാൽ എന്താ? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5. ഓക്കെ, സിങ്ക് അറ്റോമിക് നമ്പർ 30. ആർഗൺ ആയതോടുകൂടി 18 കഴിഞ്ഞു. 4s2, 20, 3d10. ഓക്കെ, ആൻഡ് ദിസ് ഇസ് we are using the noble gas configuration. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് വലിയ എലമെന്റുകളൊക്കെ, അതായത് പീരിയഡിക് ടേബിളിൽ ഹയർ അറ്റോമിക് നമ്പർ ഉള്ള ആളുകളൊക്കെ എഴുതുമ്പോൾ 100 ഒക്കെ എഴുതുമ്പോൾ
we should use D block F block ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ we should use the noble gas configuration for easiness. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ എക്സെപ്ഷൻസ് എടുത്തതല്ലോ, എക്സെപ്ഷൻസ് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 പിന്നെ ബാക്കി ഏതൊക്കെ ഉണ്ട് എന്നും കൂടി മെൻഷൻ ചെയ്യും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടു ബി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ എല്ലാം പറയും. ഓക്കെ, എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 is at chromium atomic number 24. The electronic configuration is 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5. Okay, this can also be written as, that is configuration of argon and 4s1 19, 3d5 24. Okay, and second one, copper atomic number 29, that is 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10, 4s1, 3d10. Or you can write the configuration of argon plus 4s1, 3d10. ഇവിടെ 18 കഴിഞ്ഞു, 19, 29. These are the very important examples for exceptional electronic configuration. And what are the reasons for the exceptional electronic configuration of chromium and copper? Chromium, again atomic number 24. After the configuration of argon, I am using the noble gas configuration. After the configuration of argon, there is a 3d orbital. There is a 3d orbital, 1, 2, 3, 4, and there is a 4s orbital. Okay, അപ്പോൾ ഇവിടെ എന്തുണ്ട്? This is 3d and this is 4s. Okay, അപ്പോൾ 4sനകത്ത് ഇങ്ങനെയാണ് വരേണ്ടത്. 4s2, 3d ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, 4s2, 3d4 ആണ് വരേണ്ടത്. അതിന് പകരം ഇവിടെ എന്താ സംഭവിച്ചത്? അതിന് പകരം അവിടെ 4s2, 3d, 4s2ന് പകരം 4s1, 3d5. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ഇവിടെ പോകേണ്ട അബവ് പ്രിൻസിപ്പിൾ അനുസരിച്ച് 4sലേക്ക് പോകേണ്ട ഒരു ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്തു എന്നുള്ളതാണ് വിഷയം. ഓക്കെ, അതേപോലെ കോപ്പറിലുണ്ട്. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദ എലമെന്റ് ക്രോമിയം. ഓക്കെ, അറ്റോമിക് നമ്പർ 24. അതിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓർബിറ്റൽ, ഇപ്പോൾ ഈ ഡി ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ ഈ ഡി ഓർബിറ്റലിൽ ശ്രദ്ധിക്കാം എങ്ങനെയാണുള്ളത്. ഡി ഓർബിറ്റലുള്ളത് 1, 2, 3, 4 അങ്ങനെയുണ്ട്. അതിൽ 1, 2, 3, 4, 5 ഇങ്ങനെ എക്സാക്ട്ലി ഹാഫ് ഫീൽഡ്, എല്ലാം ഹാഫ് ഫീൽഡ് ആയിട്ട് വരും. എക്സാക്ട്ലി ഹാഫ് ഫീൽഡ് ആയിട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് ഹാവിങ് എൻ എക്സ്ട്രീം സ്റ്റെബിലിറ്റി. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ക്രോമിയത്തിന്റെ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റലിനകത്ത് എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആയതാണ് ഇതിന്റെ കാരണം. ഏതിൽ? ക്രോമിയത്തിന്റെ കാരണം. ഓക്കെ, ഈ എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആയതാണ് ഇതിൻ്റെ കാരണമെങ്കിൽ മറ്റതിന്റെ കാരണം എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതാണ്. ഓക്കെ, അപ്പോൾ ഇൻ ക്രോമിയം ദാറ്റ് ഈസ് ഡ്യൂ ടു എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡി ഓർബിറ്റൽ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഇൻ ക്രോമിയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ കോപ്പർ ദാറ്റ് ഈസ് ഡ്യൂ ടു എന്താ? ഡ്യൂ ടു കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് എഴുതിയാൽ മതി. കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. മറ്റത് എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് എഴുതിയാൽ മതി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ഡി ഓർബിറ്റൽ എന്ന് വെച്ചാൽ എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽ ഡ്യൂ ടു കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഓർ ഡ്യൂ ടു കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കോപ്പറിൽ കംപ്ലീറ്റ്ലി ഫിൽഡും ഉണ്ട്, മറ്റതിൽ എക്സാക്ട്ലി ഹാഫ് ഫിൽഡും ഉണ്ട്. അതാണ് അതിന്റെ കാരണം. ഓക്കെ, കാരണം അതാണ്. പക്ഷെ ഹാഫ് ഫിൽഡ് ആകുമ്പോഴുള്ള മെച്ചം എന്താണ്?
അതായത് വൈ ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആർ സ്റ്റേബിൾ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് ചോദിച്ചാൽ ഒരു ബോർഡ് എക്സാം ലെവലിൽ ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇൻ Chromium the exceptional electronic configuration why it violates Safav principle is due to the presence of exactly half filled. Exactly half filled ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആകുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ആ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3D4 സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാണ് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്, സ്ഥിരതയിലേക്ക്. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഈ ഒരു കോൺഫിഗറേഷൻ അഫ്ബാവ് പ്രിൻസിപ്പിളൊക്കെ ഒന്ന് വയലേറ്റ് ചെയ്തു. അതേപോലെ കോപ്പറിനകത്ത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. ഇനി വൈ, ക്വസ്റ്റ്യൻ ഇതാണ്, വൈ എക്സാക്ട്ലി half filled and completely filled electronic configurations are stable than any other electronic configuration. വേറെ ഏത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനേക്കാളും ഇത് സ്റ്റേബിൾ ആവാനുള്ള കാരണം ദർ ആർ മേജർലി 2 റീസൺസ്. ഓക്കെ, NCERT-യിലാണെങ്കിൽ അത് ഒരു ചെറിയൊരു നമ്മുടെ ഗ്രീൻ കോളത്ത് കൊടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ബോർഡ് എക്സാമിന് എല്ലാ എൻട്രൻസിനും ഉണ്ടോ എന്നർത്ഥം. ഓക്കെ, സോ അവിടെ എൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ ഒരു എക്സാക്ട്ലി ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡോ ഓർബിറ്റിൽ എടുക്കുന്നത്. ഞാൻ D വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്, അത് F-ലും ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നീട് ആവശ്യമുണ്ട്. ഈ D ഓർബിറ്ററിൽ ഇത് എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആകുമ്പോൾ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇതിന് ഒരു സിമ്മട്രി ഉണ്ട്. ഇഫ് യു പാസ് എ ലൈൻ ത്രൂ ദ സെന്റർ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹാവിങ് എ, അപ്പോൾ സിമ്മട്രിക് എന്ന് വെച്ചാൽ എപ്പോഴും സ്റ്റേബിൾ ആണ്, രണ്ട് ഭാഗവും ഈക്വൽ ആയാൽ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെന്റർ എന്താ സിമ്മട്രി എന്ന് വെച്ചാൽ, എൻ്റെ കൈ സിമ്മട്രിക് അല്ല. കാരണം എന്താ, when you pass a line through the center രണ്ട് സൈഡും ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ സിമ്മട്രിക് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. സിമ്മട്രിക്, ഇഫ് യു ടേക്ക് എ ബോക്സ്, നമ്മൾ ഈ ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ ഈ ബോക്സിൽ ഇവിടെ ഒരു ലൈൻ പാസ് ചെയ്താൽ രണ്ട് സൈഡും ഈക്വൽ ആണ്. സ്റ്റിക്കർ നോക്കണ്ട. ഓക്കെ, രണ്ട് സൈഡും എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ സിമ്മട്രിക് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഓൾമോസ്റ്റ് സിമ്മട്രിക് ആണ്. വെൻ വി പാസ് എ ലൈൻ ത്രൂ ദ സെന്റർ ബോത്ത് സൈഡ്സ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ. അങ്ങനെ സിമ്മട്രിക് ആകുമ്പോൾ എന്താണ്, സ്റ്റേബിൾ ആണ്. നമുക്ക് രണ്ട് ഭാഗത്തും കൈയുണ്ട്, അതുകൊണ്ട് വി ആർ സ്റ്റേബിൾ. ഒരൊറ്റ കൈ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമ്മൾ സിമ്മട്രിക് അല്ല, സോ വി ആർ അൺസ്റ്റേബിൾ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റീസൺ ഈസ് സ്റ്റെബിലിറ്റി ഓഫ് സിമ്മട്രി. എവിടെയും ഉണ്ട് ആ സ്റ്റെബിലിറ്റി, ഓർഗാനിക്കിലൊക്കെ വരുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് സിമ്മട്രി, സിമ്മട്രിക് ആയതിന്റെ സ്റ്റെബിലിറ്റി ഉണ്ട്. അത് പെയർഡ് ആകുമ്പോഴും ഉണ്ട് ആ സ്റ്റെബിലിറ്റി. ഓക്കെ, സോ D5 D10, ഓക്കെ, D5 D10 F7 F14, പിന്നെ P3 P6, ഞാനിവിടെ D മാത്രമേ പറഞ്ഞുള്ളൂ. P3 P6 D5 D10 D7 F14 കോൺഫിഗറേഷൻസ് ആർ എസിൻ്റെത് ഞാൻ പറയാം കേട്ടോ, എസ് അവിടെ എടുത്തില്ല. ആർ സിമെട്രിക്. എന്താ P3 എന്ന് വെച്ചാൽ, Pയിൽ എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആവുക. എന്താ P6 എന്ന് വെച്ചാൽ എന്താ, P6 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുക, നിയോണിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ F7 എന്ന് വെച്ചാലോ, F ഓർബിറ്റൽ 1 2 3 4 5 1 2 3 4 5 6 ആയിട്ടുള്ളൂ, 7. ഓക്കെ, അപ്പോൾ അവിടെ എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആവുക, അതാണ് F7. ഇനി അപ്പോൾ അവിടെ ഒരു സിമട്രി ഉണ്ട്. F14 എന്ന് വെച്ചാലോ എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുക. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ P3 P6 D5 D10 F7 F14 കോൺഫിഗറേഷൻസ് ആർ സിമെട്രിക്. അപ്പോൾ ഒരു ഡൗട്ട് വരും, S2ന് സിമെട്രി ഉണ്ട്, S1നും ഒരു സിമെട്രി ഉണ്ട്. ഓക്കെ, പക്ഷെ S2 ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് എഴുതാം, അത് സ്റ്റെബിലിറ്റി ഓഫ് സിമെട്രി അതിനുണ്ട് S2. പക്ഷെ S1 എന്തല്ല, സ്റ്റേബിൾ അല്ല. S2 അത് സ്റ്റേബിൾ ആണ്. അത് സ്റ്റേബിൾ ആവാനുള്ള കാരണം ഇതല്ല, ഈ സിമെട്രി അല്ല അതിന്റെ കാരണം. അത് ഞാൻ വേറെ പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പറയാം. രണ്ടാമത്തത്, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഓർബിറ്റിൽ എടുത്തു, ഇൻസ്ട്രുമെന്റ്
ഓക്കെ, ഇങ്ങനെ ഞാനതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. ഓക്കെ, കോൺഫിഗറേഷൻസ് സിമെട്രിക്. ഓക്കെ, രണ്ടാമത്തെ റീസൺ, നമ്മളൊരു ഡി ഓർബിറ്റൽ എടുക്കുക. ഒരു ഹാഫ് ഫിൽഡ് ആയിട്ടോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു ഡി ഓർബിറ്റൽ 1 2 3 4 5. അതിൽ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവരെന്താണ്? ഡീജനറേറ്റ് ആണ്, സെയിം എനർജി ഡീജനറേറ്റ്. അതുകൊണ്ട് ഇവിടെ ഒന്നും ഇങ്ങോട്ടേക്ക് പോകാൻ ഇയാൾക്ക് പ്രയാസമില്ല. അത് അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടുന്ന് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും, മറ്റേ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരും. ഞാൻ ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ വെച്ചിട്ട് പറയാമല്ല, ആ ഇലക്ട്രോണ് ഇങ്ങോട്ടേക്ക് പോകാം, ആ ഇലക്ട്രോണ് ഇങ്ങോട്ടേക്ക് പോകാം, ആ ഇലക്ട്രോണ് ഇങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ഇതിന് നമ്മൾ എക്സ്ചേഞ്ച് എന്നാ പറയാം, എക്സ്ചേഞ്ചിങ് പൊസിഷൻ. അപ്പോൾ ഓരോ എക്സ്ചേഞ്ചിനും ഒരു ഇലക്ട്രോൺ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ഹാവ് സം എനർജി. അപ്പോൾ അവർ ആ എനർജി നഷ്ടപ്പെടുത്തിയിട്ടാണ്, ആ എനർജി ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു ഇലക്ട്രോണിൻ്റെ കയ്യിൽ ഒരു എനർജി ഉണ്ട്, അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിച്ചു. അപ്പോൾ എന്താണ്? എനർജി അവിടെ നഷ്ടപ്പെടുക. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എക്സ്ചേഞ്ച് എനർജി. എക്സ്ചേഞ്ച് എനർജിന്റെ ഡെഫിനിഷൻ ആദ്യം പറയാം. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ്. എനർജി ഉപയോഗിക്കുകയാണ് എന്ന് വെച്ചാൽ പുറത്തേക്ക് വിടുകയാണ്, എനർജി നഷ്ടപ്പെടുകയാണ്. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ്. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് when an electron moves from one orbit to the other. ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എനർജി. അപ്പോൾ ഈച്ച് എക്സ്ചേഞ്ച് റിക്വയർസ് സം എനർജി. ഡ്യൂറിങ് ഈച്ച് എക്സ്ചേഞ്ച് എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ ഇവരുടെ എനർജി എന്താവാണ്? ഓരോ ആളുകളുടെയും എനർജി കുറയും. എക്സ്ചേഞ്ചിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എനർജി കുറയും. എനർജി കുറഞ്ഞാൽ എനർജിന്റെ ഒരു ഓപ്പോസിറ്റ് ടേം ഉണ്ട്, സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് കൂടും. ഓക്കെ, അപ്പോൾ ഒന്ന് സ്റ്റെബിലിറ്റി ഓഫ് സിമെട്രി ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡ്യൂറിങ് ഈച്ച് എക്സ്ചേഞ്ച് energy is released. Okay, that causes stabilization. That causes stabilization. Stable ആയി മാറും. അപ്പോൾ എക്സ്ചേഞ്ച് എനർജി കൂടുന്നതിനനുസരിച്ച് എക്സ്ചേഞ്ച് എനർജി കൂടും. സോ exchange energy increases with increase in number of exchanges. കൂടുന്നതിനനുസരിച്ച് എക്സ്ചേഞ്ച് എനർജി കൂടും. അപ്പോൾ അതിൽ ഏറ്റവും പോസിബിലിറ്റി എങ്ങനെ നിൽക്കുമ്പോഴാണ്? ഒന്നെങ്കിൽ ഇവർ D5 ആയിട്ട് നിൽക്കണം, D5. അപ്പോൾ ഒരാൾക്ക് ഇങ്ങോട്ടേക്ക് പോവാം, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോവാം, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോവാം, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോവാം. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് നിൽക്കുമ്പോൾ 2 ഇലക്ട്രോൺസ് വീതം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകും. ഓക്കെ, നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് കൂടുന്നതിനനുസരിച്ച് എക്സ്ചേഞ്ച് എനർജി കൂടും. എക്സ്ചേഞ്ച് എനർജി കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, സോ ആസ് ദ എക്സ്ചേഞ്ച് എനർജി ഈസ് മാക്സിമം, എക്സ്ചേഞ്ച് എനർജി പറഞ്ഞാൽ അവർ എനർജി എന്ന് പറഞ്ഞാൽ അവർ നഷ്ടപ്പെടുത്തുന്ന എനർജിയാണ്. മാക്സിമം വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്. ഏതൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിലാണ് എക്സ്ചേഞ്ച് എനർജി മാക്സിമം ആയിട്ടുള്ളത്? ഒന്ന് P3, മറ്റൊന്ന് P6, വേറൊന്ന് D5, വേറൊന്ന് D10, വേറൊന്ന് F7, വേറൊന്ന് F14. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് എനർജി ഇവർക്ക് കൂടുതലാണ്. എസിന്റെ ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. ലെറ്റ് us discuss that after this. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് എനർജി അവർക്ക് കൂടുതലാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ P3 ഉണ്ട്, P6 ഉണ്ട്, D5 ഉണ്ട്, D10 ഉണ്ട്, F7 ഉണ്ട്, F14 ഉണ്ട്. ഇവിടെ നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക?
നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് P3ക്കും P6നും ഈക്വൽ ആണ്, D5നും D10നും ഈക്വൽ ആണ്, F7നും F14നും ഈക്വൽ ആണ്. നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് ഓക്കെ. ഓർ നമ്പർ ഓഫ് എക്സ്ചേഞ്ച് കൂടിയാൽ എന്താവും? എക്സ്ചേഞ്ച് എനർജി കൂടും. ഓക്കെ. അപ്പോൾ ഇവിടെ 3 പൊസിഷനുള്ളൂ Pക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ. Dക്കാണെങ്കിൽ അത് 5 പൊസിഷനുള്ളൂ, 1 2 3 4 5. ഓക്കെ. അപ്പോൾ എക്സ്ചേഞ്ച് എനർജി ഏറ്റവും കൂടുതൽ F7 ആണ്, F14 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ കൂടുതൽ സ്റ്റേബിൾ ഏതാ? മോർ സ്റ്റേബിൾ. അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ F7നും F14നും ആണ്, ദെൻ D5ഉം D10ഉം, ദെൻ P3യും P6ഉം. പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, P3 ആണോ P6 ആണോ? അത് ഇവിടുത്തെ വിഷയമല്ല ശരിക്കും. P3 ആണോ ഇവർ നമ്മൾ ഈക്വൽ എഴുതിയത്, ഇവർ നമ്മൾ ഈക്വൽ എഴുതിയത്, അത് നമ്മൾ P ബ്ലോക്കിലും D ബ്ലോക്കിലും ഒക്കെ പഠിക്കും. ശരിക്കും D10 എന്ന് വെച്ചാൽ D5നേക്കാളും സ്റ്റേബിൾ ആണ്. P6 എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇനി അവിടെ ഇലക്ട്രോൺ എന്തില്ല, എൻ്റർ ചെയ്യാനും പോകാനും സാധ്യത കുറവാണ്. P3നേക്കാളും സ്റ്റേബിൾ ആണ്. ഓക്കെ. F14 എന്ന് വെച്ചാൽ F7നേക്കാളും സ്റ്റേബിൾ ആണെന്ന് ഇപ്പോൾ F7നേക്കാളും സ്റ്റേബിൾ ആണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. P6 എല്ലാം അതിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് എക്സ്ചേഞ്ച് എനർജി വെച്ചിട്ടാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് എക്സ്ചേഞ്ച് എനർജി വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആണ്, ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, അപ്പോൾ എസിന്റെ കാര്യത്തിൽ നമ്മൾ S1 എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീംലി അൺസ്റ്റേബിൾ ആണ്. കാരണം ഇവർക്ക് ഒരു ഇലക്ട്രോൺ കൂടി കിട്ടണം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്ന് വെച്ചാൽ ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ കിട്ടാൻ അവർക്ക് ഒരു ഇലക്ട്രോൺ കൂടി വേണം. എന്നാൽ 1s2 എന്ന് പറഞ്ഞാലോ ഹൈലി സ്റ്റേബിൾ ആണ്. അത് ഇതൊന്നുമല്ല കാരണം. അത് അവിടെ അവരുടെ ഓർബിറ്റൽ ഫില്ലായി. ഇനി അതായത് ഇപ്പോൾ ഒരു ഹീലിയം ആറ്റത്തിൽ ആകെ ഉള്ളത് K-ഷെല്ലാണ്. ആ K-ഷെല്ല് ഫില്ലായി. ഇനി അവിടേക്ക് ആരും വേണ്ട, അതുകൊണ്ട് ആരുമായിട്ട് ഒരു ഇടപാടുമില്ല. അതാണ് അതിന്റെ കാരണം. പക്ഷെ അത് ഇവിടുത്തെ വിഷയമല്ല. 1s2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ 1s1 എന്ന് പറയുന്നത്. ഹൈഡ്രൻ എത്രയാണ്? ഹൈഡ്രന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്. ഓക്കെ. ഇത് അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് ബോണ്ട് ചെയ്തിട്ട് H2 ഉണ്ടാവും. ഹീലിയം എന്താണ്? 1s2 ആണ്. ഓക്കെ. അത് ഹൈലി സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് ഇവർ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. പക്ഷെ അത് ഇവിടുത്തെ സിമ്മട്രിയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എനർജിയോ അല്ല. കാരണം അവിടെ അവരുടെ ഓർബിറ്റൽ ഫില്ലായി. ഇനി അവിടെ സ്പേസ് ഇല്ല, ഇലക്ട്രോൺ കൊടുക്കുകയോ വാങ്ങുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ബോണ്ടിങ്. ഓക്കെ. മറ്റടുത്ത് കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡും എക്സാക്ട്ലി ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും ആകുമ്പോഴുള്ള സ്റ്റെബിലിറ്റിനെ പറ്റിയാണ് പറയുന്നത്. അത് സ്റ്റേബിൾ ആവാനുള്ള കാരണം ഒന്ന് അതിന്റെ സിമട്രിയാണ്, മറ്റൊന്ന് എക്സ്ചേഞ്ച് എനർജിയാണ്. എക്സ്ചേഞ്ച് എനർജി നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് കൂടുന്നതിനനുസരിച്ച് കൂടും. ആ നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് കൂടുതൽ D5, D10, F7, F14, P3, P6 ഓക്കെ. അതുകൊണ്ട് അത് എന്താണ്? സ്റ്റേബിൾ ആണ്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ അതർ എക്സെപ്ഷൻസ്. നമ്മളിപ്പോൾ പീരിയഡിക് ടേബിൾ പറയുമ്പോൾ പീരിയഡിക് ടേബിൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ അവിടെയും നമ്മൾ ഈ എക്സെപ്ഷൻസ് ഡിസ്കസ് ചെയ്യും. നമുക്ക് P ബ്ലോക്ക് ഉണ്ട്, S ബ്ലോക്ക്. S ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ വരുന്ന എലമെന്റുകളുണ്ട്. P ഓർബിറ്റലുകൾ വാലൻസ് ഷെല്ലിൽ വരുന്ന എലമെന്റ്സ് ഉണ്ട്. D ഓർബിറ്റലുകൾ വാലൻസ് ഷെല്ലിൽ വരുന്ന എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് അവരെ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഗ്രൂപ്പ് 1 to 18 ഉണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, +1 ആണെങ്കിൽ. മറ്റവർക്ക് എന്തായാലും പറയാം. 1 to 18 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഗ്രൂപ്പ് 3 മുതൽ ഉള്ള എലമെന്റ്സ് സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ. കോപ്പർ, സിങ്ക്. അതിൻ്റെ താഴെ ഇത് ഗ്രൂപ്പ് നമ്പർ 3, ഇത് ഗ്രൂപ്പ് നമ്പർ 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8, ഇത് 9, ഇത് 10, ഇത് 11, ഇത് 12. ഓക്കെ. 1ഉം 2ഉം ഉണ്ട്. ആൽക്കലി, മെറ്റൽ, ആൽക്കലൈൻ. ഇത് D ബ്ലോക്ക് എലമെന്റ്സ് ആണ്. D ബ്ലോക്ക് അടുത്ത ചാപ്റ്ററിലാണ് ഇത് വിഷയം. പക്ഷെ ഞാൻ ഇവിടെ എക്സെപ്ഷൻ പറഞ്ഞതുകൊണ്ട് അതിവിടെ പറയണം. ഇനി അവിടെ അതിൻ്റെ നേരത്തെ ഇട്രിയം, സിർക്കോണിയം, നിയോബിയം, മോളിബ്ഡിനം, ടെക്നീഷ്യം, റുഥിനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം. ഓക്കെ. അടുത്തത് അത് കഴിഞ്ഞാൽ
ലാന്തനം, ഹാഫ്നിയം, ടെൻറ്റാലം, ടങ്സ്റ്റൺ, then റീനിയം, ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനം, ഗോൾഡ്, മെർക്കുറി. ഇതാണ് ഡി ബ്ലോക്കിലെ ഫസ്റ്റ് സീരീസ്, സെക്കൻഡ് സീരീസ്, തേർഡ് സീരീസ്. എന്താ ഓട്ടെ, കൂടുതൽ +1 ചിന്തിക്കണ്ട. ഇതിൽ ഇപ്പോൾ എക്സെപ്ഷൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ക്രോമിയത്തിനാണ്. ക്രോമിയം ഈസ് ഹാവിങ് എൻ എക്സെപ്ഷൻ. മറ്റൊന്ന് കോപ്പറിനാണ്. ഓക്കെ, ആ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് മോളിബ്ഡിനത്തിന് എക്സെപ്ഷൻ ഉണ്ട്. അതേ ഗ്രൂപ്പിൽ ടങ്സ്റ്റൺ ഇല്ല. ഓക്കെ, സിൽവറിനും ഉണ്ട്, ഗോൾഡിനും ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് ഓക്കെയാണ്. സിൽവറിനും ഉണ്ട്, ഗോൾഡിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്രോമിയത്തിൻ്റെത് എന്തായിരുന്നു, ആർഗണിൻ്റെ ഏറ്റവും പുറത്തുള്ളത് മാത്രം ഇതാണെങ്കിൽ 4s13d5 ആണ്. 4s13d5. മോളിബ്ഡിനത്തിൻ്റെത് എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് 5s14d5 ആണ്. ഓക്കെ, അത് ഒരേ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്, ഒരേ ഗ്രൂപ്പ്. ഇനി കോപ്പറിൻ്റെ എന്താ, കോപ്പർ ഈസ് ഹാവിങ് വാട്ട് ഈസ് കോപ്പർ എന്താ 4s13d10 ആണ്. സിൽവർ എളുപ്പമാണ് ഓരോ ഗ്രൂപ്പത്തെ ഇതാണ് 5s1 എന്താ 4d10 ആണ്. ഓക്കെ, അടുത്തത് ഗോൾഡിൻ്റെത് 6s1 എന്താ 5d10 ആണ്. ആ ഹോൾ ഗ്രൂപ്പ് ഉണ്ട്. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായില്ലേ? ഇനി രണ്ടാളെയും കൂടി പഠിച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ആളുകൾ കഴിഞ്ഞു. ആൻഡ് ദാറ്റ് വൺ ഈസ് പലേഡിയം. ശ്രദ്ധിക്കണം, പലേഡിയം ആൻഡ് പ്ലാറ്റിനം. പലേഡിയം ആൻഡ് പ്ലാറ്റിനം എവിടെയുള്ളത്? ഇവിടെയാണുള്ളത്, ഇതിൻ്റെ തൊട്ടടുത്ത്. ഇത് നിക്കലാണ്. നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 28 ആണ്. 4s23d8 ആണ്. അത് ഓർത്ത് വെക്കുക, നിക്കലിൻ്റെത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് പലേഡിയത്തിനും പ്ലാറ്റിനത്തിനും? അവിടെ പലേഡിയത്തിൻ്റെത് അവിടെ നിങ്ങൾക്ക് ഇറ്റ് ഈസ് 4d10. 5s ഇലക്ട്രോൺ ഇല്ല. 5s2 ഇങ്ങനെ വരേണ്ടിയിരുന്നത് എന്ത്? 5s2 4d8 വരേണ്ടടുത്ത് 4d10. അപ്പുറത്ത് എന്തുണ്ട്? നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ട്. ഇനി പ്ലാറ്റിനത്തിൻ്റെതോ അത് ദാറ്റ് ഈസ് 5d9 6s1. ആരെ പോലെ? ഇവരെ പോലെ, ക്രോമിയത്തിനെ പോലെ 5d. പക്ഷെ എന്താണ് ഇവിടെ പ്ലാറ്റിനത്തിൻ്റെത് വരേണ്ടിയിരുന്നത്? എന്താണ് പ്ലാറ്റിനത്തിന് നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? 6s2 5d8 ആണ്. ഇതിൻ്റെത് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നത് 5s2 4d8 ആണ്. അപ്പോൾ ഈ കാര്യത്തിൽ പ്ലാറ്റിനത്തിന്റെ കാര്യത്തിൽ 2 ഇലക്ട്രോണും പലേഡിയത്തിന്റെ കാര്യത്തിൽ 2 ഇലക്ട്രോണും പ്ലാറ്റിനത്തിന്റെ കാര്യത്തിൽ 1 ഇലക്ട്രോണും ഡിയിലേക്ക് വന്നിട്ടുണ്ട്. ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് എക്സെപ്ഷൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്. എൻട്രൻസിന് ഇത്രേ ചോദിക്കുള്ളൂ. വേറെയും എക്സെപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഐ ക്യാൻ ഷോ യു ഇൻ എ ഫിഗർ. നമ്മളത് പീരിയഡിക് ക്ലാസിഫിക്കേഷൻ കൂടി കൂട്ടിയിട്ടാണ് പഠിക്കാം. ഇവിടെ ഐ ക്യാൻ ഷെയർ യു വൺ ഫിഗർ. ഇതിൽ പിന്നെ റെഡിൽ കാണിച്ചിരിക്കുന്ന ഒന്ന് മോളിബ്ഡിനം. ഓക്കെ, നമ്മുടെ നോർമൽ ആ ഗ്രൂപ്പിൽ പെട്ട ആളാണ്. അതായത് ഏതിൻ്റെ ഗ്രൂപ്പിൽ പെട്ടതാണ്? മോളിബ്ഡിനം ക്രോമിയത്തിൻ്റെ ഗ്രൂപ്പിൽ പെട്ടതാണ്. ഇവിടെ സിൽവർ ആരുടെ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ഗോൾഡ് ആരുടെ ഗ്രൂപ്പ് പെട്ടതാണ്? നമ്മുടെ ഗോൾഡ് ഈസ് കോപ്പറിൻ്റെ ഗ്രൂപ്പിൽ പെട്ടതാണ്. അവിടെ സിൽവറും ഉണ്ട്. സിൽവർ ഇവിടെ ആവശ്യമില്ലാത്ത കുറച്ച് ആളുകൾ നിങ്ങളിപ്പോൾ നോക്കണ്ട. സിൽവർ AG ഇവിടെ ഉണ്ട്. ഓക്കെ, അത് റെഡിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അത് എക്സെപ്ഷൻ തന്നെയാണ്. ഓക്കെ, 5s1 4d10. പിന്നെ അവിടെ ബ്ലൂവിൽ കൊടുത്ത കുറച്ച് ആളുകളുണ്ട്. അതൊക്കെ എക്സെപ്ഷൻസ് ആണ്. വൺ എക്സാമ്പിൾ നിയോബിയം, ഫോർ എക്സാമ്പിൾ ടെക്നീഷ്യം, റുത്തിനിയം, റോഡിയം, പലേഡിയം ഞാൻ പറഞ്ഞു. ഓക്കെ, പ്ലാറ്റിനം ഞാൻ പറഞ്ഞു. പിന്നെ ഈ ആളുകളെ നിങ്ങളിപ്പോൾ നോക്കണ്ട, കാരണം അത് എഫ് ബ്ലോക്കാണ്. എഫ് ബ്ലോക്കിൽ എക്സെപ്ഷൻ വേറെ തന്നെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. അതേപോലെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. സോ നോ വെറീസ്. നമുക്ക് എസ് ബ്ലോക്ക് ഒരു ചാപ്റ്റർ ആണ്, ഹൈഡ്രജൻ ഒരു ചാപ്റ്റർ ആണ്, പി ബ്ലോക്ക് 2 ചാപ്റ്റർ ആണ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് വേറൊരു ചാപ്റ്റർ ആണ്. ആ ഡി ആൻഡ് എഫിൽ നമ്മളത് പഠിക്കും. സോ ഇപ്പം ഞാനിത് ഷെയർ ചെയ്തേ ഉള്ളൂ, ജസ്റ്റ് ഷെയർഡ്. അവിടെ നിയോബിയം, ടെക്നീഷ്യം, റുഥീനിയം, റോഡിയം ആണ് നമ്മൾ പറയാത്തതിൽ നിങ്ങൾക്ക് എക്സെപ്ഷൻ പഠിക്കാനുള്ളത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം എഫ് ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട പഠിക്കേണ്ടത്? ദിസ് ഇസ് നോട്ട് റിക്വയർഡ്, ദിസ് സെഷൻ നോട്ട് റിക്വയർഡ്. ഇവിടെ ഞാൻ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കാം.
ഞാൻ പറഞ്ഞത് ഇവിടെ ഇത്രയും ഇമ്പോർട്ടൻറ്റ്, മറ്റേത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഒന്ന് കോപ്പർ, സിൽവർ, ഗോൾഡ്, ക്രോമിയം, മോളിബ്ഡിനം, അത് രണ്ടൊരു ഗ്രൂപ്പ്, പലേഡിയം, പ്ലാറ്റിനം. ഓക്കെ, ദിസ് മച്ച് 1 2 3 4 5 6 7 exceptions. Okay, that's all for electronic configuration and the reasons for the exceptional electronic configuration. അതോടുകൂടി ചാപ്റ്റർ ഈസ് ഫിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ അല്ലേ, ഹ്യൂജ് ചാപ്റ്ററാണ് ഇത്. സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെ വരാനുള്ള കാരണം ഒരുപാട് ബേസിക്സ് ഇതിലുണ്ട്. ആറ്റത്തിനെ പറ്റി പഠിച്ചാൽ മാത്രമേ അവിടെ നിന്ന് അങ്ങോട്ട് കെമിസ്ട്രി പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് മോഡലുകൾ പഠിച്ചു. ആദ്യം നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി വെച്ചിട്ടാണ് തുടങ്ങുക. ആ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ ആറ്റം ഈസ് ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞു. പിന്നെ തോംസൺസ് മോഡൽ, റുദർഫോർഡ്സ് മോഡൽ, ബോസ് മോഡൽ, അതിനിടയിൽ ഒരു സോമർഫീൽഡ് മോഡൽ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഒക്കെ വെച്ചിട്ട് സോമർഫീൽഡിന്റെ പ്രത്യേകത അദ്ദേഹമാണ് സബ്ഷെല്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ ക്വാണ്ടം നമ്പേഴ്സിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറും ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോമർഫീൽഡാണ്. അതിനുശേഷം ക്വാണ്ടം നമ്പേഴ്സ് പറഞ്ഞു. പിന്നെ ഓർബിറ്റൽ കോൺസെപ്റ്റ് വന്നു. ഓർബിറ്റൽ കോൺസെപ്റ്റ് വന്നപ്പം ഓർബിറ്റലിന്റെ എനർജി, ഷേപ്പ്, ഫില്ലിംഗ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഓക്കെ, കറക്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിനു മുമ്പ് തിയറി പാർട്ട് കംപ്ലീറ്റ് തറോ ആയിരിക്കണം. ഓക്കെ, സ്റ്റഡി വെൽ. താങ്ക് യു.